Hello. So in today's class, we will be discussing about common errors, the errors that you will be probably committing in your exams. Okay, so last class നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്യാപിറ്റലൈസേഷൻ ആണ്. ക്യാപിറ്റലൈസേഷൻ റിലേറ്റഡ് ആയിട്ട് ഞാൻ 3 സെൻറ്റൻസസ് ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ട്രൈ ടു ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്. ഓക്കെ, ബിക്കോസ് നമ്മൾ തന്നെ നമ്മുടെ മിസ്റ്റേക്സ് കണ്ടെത്തുമ്പോഴാണ് കുറച്ചും കൂടി ലേണിംഗ് വിൽ ബി ഫൺ ആൻഡ് അറ്റ് ദ സെയിം ടൈം നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി എക്സാംസിനും കാണിക്കാൻ പറ്റും. സോ ട്രൈ ടു ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്. ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ 2 അജണ്ടാസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഇസ് ദാറ്റ് വി വിൽ ബി ഡിസ്കസിങ് കോമൺ എറേഴ്സ് റിലേറ്റഡ് ടു ക്യാപിറ്റലൈസേഷൻ ആസ് വെൽ ആസ് കോമൺ എറേഴ്സ് റിലേറ്റഡ് ടു ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, ഈ 2 അജണ്ടാസാണ് നമ്മൾ നോക്കുന്നത്. സോ ജസ്റ്റ് മിസ്റ്റേക്സ് ഒന്ന് ക്ലിയർ ചെയ്യാൻ അല്ലെങ്കിൽ കോമൺ എറേഴ്സിൽ വരുന്ന ഡൗട്ട്സ് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രമുള്ളൊരു ക്ലാസ്സാണ്. സോ ദിസ് ഇസ് ഷിഫ സാദിഖ് ഫോർ ലേൺ ആൻഡ് ഗ്രോ അക്കാഡമി. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു അവർ ക്ലാസ്. First statement is his medical history shows that he is epileptic. നമുക്കറിയാം epileptic, we don't need to capitalize the word. Also, I have given Dickel base on 1.1 and dressed it with glass monomer cement. Okay, also I have given Dickel base on 1.1 and dressed it with glass monomer cement. We don't need to capitalize. Rule number 1 related ആയിട്ടാണ് ഇത് പറയുന്നത്. The patient was diagnosed with type 2 diabetes asugana. You don't need to capitalize. Mrs. Marsh has a history of hyperthyroidism, hypertension and glaucoma. ഇത് മൂന്നും ഡിസീസ് റിലേറ്റഡ് ആണ്. സോ യു ഡോണ്ട് നീഡ് ടു ക്യാപിറ്റലൈസ്. ദ പേഷ്യൻ്റ് ഇസ് അലർജിക് ടു പെനിസിലിൻ നമ്മൾ പറഞ്ഞതാണ്. പെനിസിലിൻ, അമോക്സിലിൻ ഇതൊന്നും ക്യാപിറ്റലൈസ് ചെയ്യേണ്ട കാര്യമില്ല. ദ പേഷ്യൻ്റ് സഫേർഡ് ഫ്രം സിവിയർ അബ്ഡോമിനൽ പെയിൻ യു ഡോണ്ട് നീഡ് ടു ക്യാപിറ്റലൈസ്. ഇതെല്ലാം റൂൾ നമ്പർ 1 റിലേറ്റഡ് ആണ്. സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഫസ്റ്റ് ഗോ ത്രൂ ദ സ്ലൈഡ്സ്. ആ സ്ലൈഡ്സിലുള്ളൊരു 6 റൂൾസ് ഉണ്ട്. യു ഹാവ് ടു സ്റ്റഡി ഇറ്റ് ആൻഡ് യു ഹാവ് ടു ബൈ ഹാർട്ട് ഇറ്റ്. ആ ഒരു കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ തിങ്ക് വിത്ത് ക്യാപിറ്റലൈസേഷൻ ഏറെക്കുറെ നിങ്ങളുടെ ഒരു തിയററ്റിക്കൽ പാർട്ട് ഓക്കെ ആകും. സോ ട്രൈ ടു ഡു ദാറ്റ്. And the next one, Mr. Dwayne Thompson presented at my clinic today with the complaint of a posterior tooth. Mr. Dwayne Thompson പേരാണ്, you have to capitalize. Presented at my clinic today with the complaint of a broken posterior tooth. Sorry. The director of nursing, you have to capitalize. Specific ആണ്, proper ആണ്, so you have to capitalize. Emergency department, specific ആണ്, proper ആണ്, you have to capitalize. Mater Hospital 84 Monash Road. ഈ Mater Hospital എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും ഓക്കെ ഹോസ്പിറ്റൽ ഇസ് എ കോമൺ നൗൺ, സോ മേറ്റർ മാത്രം ക്യാപിറ്റലൈസ് ചെയ്താൽ മതിയെന്ന്. ഇറ്റ്സ് റോങ്. Mater ഹോസ്പിറ്റലിന് പ്രോപ്പറായിട്ട് Mater ഹോസ്പിറ്റലിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സോ യു ഹാവ് ടു ക്യാപിറ്റലൈസ്. ദ 84 Monash Road. The patient was seen by Dr. Jonas. ഡോക്ടർ ജോനസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒറ്റൊരു ഡോക്ടറെയാണ്, അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഡോക്ടർ തന്നെയാണ്. സോ യു ഹാവ് ടു ക്യാപിറ്റലൈസ് ഡോക്ടർ ജോനസ്. ഇതെല്ലാം വേർഡ്സ് ആർ പ്രോപ്പർ നൗൺസ് ആണ്. സോ യു ഹാവ് ടു റെഫർ റൂൾ നമ്പർ 2. As per general practitioner's order, we are doing daily home visits and wound dressing and also assisting him with his showers. General practitioner, common noun ആണ്. You don't need to capitalize. Please see your pharmacist for advice. Pharmacist, common noun, don't need to capitalize. Mr. Gatsby is a university student. University, കോമൺ നൗൺ ആണ്. യു ഡോണ്ട് നീഡ് ടു ക്യാപിറ്റലൈസ്. സോ അതുകൊണ്ടാണ് പറയുന്നത് ജസ്റ്റ് ഗോ ത്രൂ ദ സ്ലൈഡ്സ് എഗെയിൻ ആൻഡ് എഗെയിൻ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വരും. The patient first visited my surgery in March 2008. I think എല്ലാവരും ഫെമിലിയറൈസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ മന്ത്സും ഡേയ്സ് ഓഫ് ദ വീക്ക്, ഹോളിഡേയ്സ് എല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതുന്നത്. പ്ലീസ് ഡോണ്ട് മേക്ക് മിസ്റ്റേക്ക് ഇൻ ദാറ്റ്. എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. സോ ഇൻ മാർച്ച് എന്നുള്ളത് നമുക്കറിയാം, യു ഹാവ് ടു ക്യാപിറ്റലൈസ് എന്നുള്ളത്. മിസ്സസ് ഗ്രീൻ വിൽ ബി ഡിസ്ചാർജ് ഫ്രം ഹോസ്പിറ്റൽ ഓൺ വെനസ്ഡേ ഡേ ഓഫ് ദി വീക്ക്. You have to capitalize. Symptoms of hay fever are worse in spring. Season ആണ് spring. You don't need to capitalize. The patient requested that I prescribe antibiotics for the virus. I എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ എഴുതണം. ബിക്കോസ് വി നോ ദാറ്റ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് ഐ എന്നുള്ള കാര്യത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മളിനി പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, അതുപോലെ തന്നെ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഇത് ഡിഫറെൻ്റ് ആവണമെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഐ എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക.
അതുപോലെ തന്നെ ഡിയർ ഡോക്ടർ റോബർട്ട്സ് യു ആർ സിൻസിയർലി, ഡിയർ ഡോക്ടർ റോബർട്ട്സ് സല്യൂട്ടേഷൻ യു ആർ സിൻസിയർലി, കോംപ്ലിമെൻ്ററി ക്ലോസ്, ഇതെല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ്. സോ ഈ ഒരു കാര്യത്തിൻ്റെ കോമൺ എറേഴ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിൽ ചെയ്യേണ്ട ഒരു കാര്യം ഗോ ത്രൂ ദ സ്ലൈഡ്സിലൂടെ പോയാൽ മാത്രമാണ് നമുക്ക് ഇതിലൊരു ക്ലാരിറ്റി വരുള്ളൂ. അല്ലാതെ ബൈ ഹാർട്ട് ചെയ്യരുത്. ഈ എക്സാമ്പിൾസ് വെച്ചിട്ട് മാത്രം ബൈ ഹാർട്ട് ചെയ്യാൻ നിൽക്കരുത്. ഇനി കോമൺ എറേഴ്സ് ഇൻ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ. ഇതിൽ 2 റൂളാണ് മെയിനായിട്ട് വരുന്നത്. ഒന്ന്, റെഡ്യൂസ് എന്ന് പറയുന്ന വേർബ് കഴിഞ്ഞിട്ട് പിന്നെ പ്രൊനൗൺ യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ ലോസ് എന്നുള്ള വേർബ് കഴിഞ്ഞിട്ട് പ്രൊനൗൺ യൂസ് ചെയ്യരുത്. ഫോർ എക്സാമ്പിൾ, അഡ്വൈസ് വാസ് ഗിവൻ ടു റെഡ്യൂസ് ഹർ വെയ്റ്റ്. ഹർ എന്നുള്ളത് പ്രൊനൗൺ ആണ്. യു ഡോണ്ട് നീഡ് ടു യൂസ് എ പ്രൊനൗൺ ആഫ്റ്റർ റെഡ്യൂസ്. ഓക്കെ, അഡ്വൈസ് വാസ് ഗിവൻ ടു റെഡ്യൂസ് വെയ്റ്റ്. പിന്നെ അതുപോലെ തന്നെ ആഫ്റ്റർ ദ വേർബ് റെഡ്യൂസ് ഇറ്റ് ഈസ് നോട്ട് നെസസറി ടു ഫോളോ വിത്ത് എ പ്രൊനൗൺ. അതുപോലെ തന്നെ ഐ അഡ്വൈസ്ഡ് ഹിം ടു റെഡ്യൂസ് വെയ്റ്റ് ഓർ യു നീഡ് ടു റെഡ്യൂസ് വെയ്റ്റ്, ഇങ്ങനെ പറഞ്ഞാലും മതി. ഐ അഡ്വൈസ്ഡ് ഹിം ടു റെഡ്യൂസ് വെയ്റ്റ്. ഓക്കെ, കുറച്ചും കൂടിയും ആക്റ്റീവായത്. പിന്നെ അതുപോലെ തന്നെ ദ പേഷ്യൻറ്റ് വാസ് അഡ്വൈസ്ഡ് ടു റെഡ്യൂസ് വെയ്റ്റ്, എ റിഡക്ഷൻ ഓഫ് വെയ്റ്റ് വാസ് അഡ്വൈസ്ഡ്. ഇനി അടുത്തത്, ഇൻ അഡീഷൻ ഷീ ഹാഡ് ലോസ്റ്റ് ഹെർ വെയ്റ്റ്. ആഫ്റ്റർ ദ വേർബ് ലോസ് ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ് ടു ഫോളോ വിത്ത് എ പ്രൊനൗൺ. ഇൻ അഡീഷൻ ഷീ ഹാഡ് ലോസ്റ്റ് വെയ്റ്റ്. In addition, she has lost a further 11 kg of weight over the past 2 months. In addition, the patient's weight has significantly reduced from 61 kg to 50 kg over the past 2 months. ഇനി അടുത്തത്, today's examination revealed missing teeth, various carious lesions and a periodontal pocket of depth 4 to 9 millimeter. ഇത് എഴുതുന്നതിനൊരു ഓർഡർ ഉണ്ട്. അത് ഡെപ്ത് ഓഫ് 4 to 9 millimeter, ഹൈറ്റ് ഓഫ് 173 സെൻറ്റിമീറ്റർ, ലെങ്ത് ഓഫ് 20 മീറ്റർ, വെയ്റ്റ് ഓഫ് 78 kg. ഈ ഒരു ഓർഡറിൽ വേണം എഴുതാനായിട്ട്. അതായത് ഡെപ്ത് ഓഫ്, അല്ലാതെ ഡെപ്ത് 4 to 9 millimeter ഇങ്ങനെയുള്ള രീതിയിലല്ല എഴുതേണ്ടത്. So, today's examination revealed multiple missing teeth, various carious lesions and a periodontal pocket depth of 4 to 9 millimeter. ഇനി അതുപോലെ തന്നെ there are several periodontal pockets with about 4 to 9 millimeter in depth. അത് വരുന്നത് there are several periodontal pockets which are about 4 to 9 millimeter in depth, or there are several periodontal pockets with a depth of about 4 to 9 millimeter. ഇനി അതുപോലെ തന്നെ ഹിസ് ഹൈറ്റ് വാസ് 173 സെൻറ്റിമീറ്റർ. അത് വരുമ്പോൾ ഹിസ് ഹൈറ്റ് ഈസ് 173 സെൻറ്റിമീറ്റർ എന്ന് വേണം എഴുതാൻ. കാരണം വെയ്റ്റ് ചേഞ്ച് ആകാം, ഹൈറ്റിന് പ്രത്യേകിച്ച് മാറ്റം ഉണ്ടാവില്ല. സോ ട്രൈ നോട്ട് ടു യൂസ് പാസ്റ്റ് ടെൻസ്. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ. വി ഹാവ് ഡിസ്കസ് കോമൺ എറേഴ്സ്, പ്രത്യേകിച്ച് ക്യാപിറ്റലൈസേഷൻ റിലേറ്റഡും ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കോമൺ എറേഴ്സാണ് ഡിസ്കസ് ചെയ്തത്. ക്യാപിറ്റലൈസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് സ്ലൈഡ്സിലൂടെ പോവുക. ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ റിലേറ്റഡ് ആയിട്ട് ജസ്റ്റ് ഒന്ന് ജനറലായിട്ട് പറഞ്ഞേക്കുന്നേ ഉള്ളൂ. ഈ എക്സാമ്പിൾസിലൂടെ തന്നെ ഒന്ന് 2-3 ടൈംസ് ഒന്ന് പോയി നോക്കുക. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ടു നൈറ്റ്. So good night and thank you for your patience.